भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാ, ഭാഗവതത്തിൽ അലിയാ. ഭാഗവതത്തിൽ അലിയാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മന. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃപാകടാക്ഷങ്ങളെ കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 832 ദിവസം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 19 അധ്യായത്തിൽ 21 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഭക്തിയോഗത്തെക്കുറിച്ചാണ് ഭഗവാൻ ഉദ്ധവന് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. എങ്ങനെ ഭക്തി വർദ്ധിപ്പിക്കാം എന്നുള്ളതിന് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു. ശ്രദ്ധാമൃത കഥായാമേ ശശ്വന്മദനു കീർത്തനം പരിനിഷ്ഠാച പൂജായാം സ്തുതിഭിസ്തവനം മമ. ഭഗവാന്റെ കഥ കേൾക്കുക, അതിൽ ആസക്തി ഉണ്ടാവുക, അതേപോലെ അതിനെ കീർത്തിച്ച് വ്യാഖ്യാനിക്കുക, പൂജയിൽ സ്ഥിരതയുണ്ടാവുക, സ്തോത്രങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുക. പിന്നെയോ ആദരപരിചര്യായാം സർവാംഗൈരഭിവന്ദനം മദ്ഭക്തപൂജാഭ്യധിക സർവഭൂതേഷു മന്മതി. പരിചര്യായാം ആദരഃ, ശുശ്രൂഷയിൽ മനഃപൂർവമായ സന്തോഷം. സർവാംഗൈ അഭിവന്ദനം, എല്ലാ അവയവങ്ങളെ കൊണ്ടും ആഭിമുഖ്യേന ചെയ്യുന്ന വന്ദനം. അഭ്യധിക, എല്ലാത്തിലും വെച്ച് ശ്രേഷ്ഠമായിരിക്കുന്ന മദ്ഭക്ത പൂജ, എൻ്റെ ഭക്തന്മാർക്ക് ചെയ്യുന്ന സത്കാരം അല്ലെങ്കിൽ പൂജ. സർവഭൂതേഷു മന്മതി, എല്ലാത്തിലും ഞാനിരിക്കുന്നു എന്ന ആ മതി, ബുദ്ധി. എല്ലാ പ്രവൃത്തികളും, ക്ഷേത്രങ്ങൾ അടിച്ചു തെളിച്ച് ശുദ്ധിയാക്കുക, ഇങ്ങനെയുള്ള പരിചാരക കർമ്മങ്ങൾ, എല്ലാ അവയവങ്ങളെയും ഭൂമിയിൽ പതിപ്പിച്ചും കൊണ്ട് ബിംബങ്ങളുടെ മുമ്പിൽ സർവാംഗ നമസ്കാരം, സാഷ്ടാംഗ നമസ്കാരം. ഭഗവാന്റെ ഭക്തന്മാരെ പൂജിക്കുക, എല്ലാത്തിലും ഒരേ ഒരു ഈശ്വരനാണ് എന്ന് കരുതി അവരെ മുഴുവൻ ഭേദമില്ലാതെ അവരെ മുഴുവൻ ആദരിക്കുക. ഇങ്ങനെ ഭക്തിയുടെ കാരണമാണ് ഇത് എന്നൊക്കെ പറഞ്ഞു.
ബിംബങ്ങളെ ഈശ്വരഭാവനയോടുകൂടി പൂജിക്കുമ്പോൾ സങ്കല്പശക്തി കൊണ്ടാണ് മനസ്സിന് ശുദ്ധി വരിക. അത് മണ്ണുകൊണ്ടുണ്ടാക്കാം, കല്ലുകൊണ്ടുണ്ടാക്കാം, ലോഹം കൊണ്ടുണ്ടാക്കാം. അങ്ങനെയുള്ള ബിംബങ്ങളുടെ മുമ്പിൽ നമ്മൾ തൊഴുമ്പോൾ ആ ബിംബങ്ങളിൽ ഈശ്വരനുണ്ടോ എന്നുള്ളതല്ല, ആ ബിംബങ്ങളെ കാണുമ്പോൾ നമുക്ക് ഈശ്വര ഭാവന ഉണ്ടാവും. ആ സങ്കല്പശക്തി കൊണ്ട് അന്ധകരണം ശുദ്ധമായിട്ട് തീരും. ഇത് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്കാണ് ഈ ഒരു രീതി. അത് എന്തുകൊണ്ടാണ് താഴേക്കിടയിൽ എന്ന് പറയുന്നത്? അവർ വീണ്ടും ഉയർന്നു വരുന്നേ ഉള്ളൂ. ചെറിയ കുട്ടികൾക്ക് നമ്മളൊരു വസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ രൂപത്തെ കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുക. ഇങ്ങനെ ഈ നിശ്ചയം ബുദ്ധി കുറഞ്ഞ ജനങ്ങളെ പോലും നല്ല വഴിക്ക് നയിക്കുന്നതാണ്. എങ്ങനെ? ക്ഷേത്രോപാസന കൊണ്ട് പലരും ഭക്തന്മാരായിട്ട് തീർന്നു. പല ഇതിഹാസങ്ങളും ഈ കാലത്ത് അനുഭവ സാക്ഷ്യങ്ങളും ഒരുപാടുണ്ട്. അപ്പൊ ഈശ്വരൻ നിർമ്മിച്ച ദേഹമാകുന്ന ക്ഷേത്രത്തിൽ പ്രത്യക്ഷമായി വിളങ്ങുന്ന ഈശ്വരാംശമായ ജീവനെ സന്തോഷിപ്പിക്കാൻ ഒരിക്കലും നുണ കൂടാതെ മനോവാക്കർമ്മങ്ങൾ കൊണ്ട് വ്യാപാരം ഈശ്വരപ്രീതിക്ക് കാരണമായിട്ട് തീരുമെന്നാണ്. ഇപ്പൊ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കുക, അത് ആദരവോടുകൂടി ചെയ്യുക, ഏറ്റവും വലിയ പരിചര്യയാണത്. മാനവസേവ, മാധവസേവ, ജനസേവ, ജനാർദ്ദന സേവ, നരസേവ, നാരായണ സേവ എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. മനസ്സ വാച കർമ്മണ, പ്രാണികളെ രക്ഷിക്കുന്നത് തന്നെയാണ് സർവാംഗ നമസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ അനുകൂലിക്കുക, അവരെ അനുസരിക്കുക, അവരെ അനുമോദിക്കുക, ഇതൊക്കെ ഭക്തപൂജയാണ്. ഏതൊരു ചെറിയ വസ്തുവിലും ചൈതന്യമായി നിലനിൽക്കുന്നത് ഭഗവാനാണ്, അല്ലേ? അപ്പൊ അതിന് മുഴുവൻ നമ്മൾ പൂജ ചെയ്യുന്നതൊക്കെ ഭഗവാനുള്ള പൂജയാണ്. ലോകത്തിന് ഉപകാരം ചെയ്യുന്നത് ഈശ്വര പൂജയാണ്. ഇതിനെ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളാണ് ദേവാലയങ്ങൾ എന്നാണ് പറയുക. നിത്യ നൈമിത്തിക പൂജാവിധികൾ, ക്ഷേത്രങ്ങൾ കൊണ്ട് ഉപജീവനം ചെയ്യുന്ന സാധുക്കൾ, പരിചാരകന്മാർ, ഇവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നിവേദിക്കുന്ന പദാർത്ഥങ്ങളും ക്ഷേത്ര സ്വത്തുക്കളോ ബിംബങ്ങൾ അനുഭവിക്കാറില്ല, അല്ലേ? അതാർക്കാ കൊടുക്കുക? ഭഗവാന്റെ ഭക്തന്മാർക്കാണ് കൊടുക്കുക. അധികം ആളുകൾക്ക് ഉപയോഗമുള്ള ക്ഷേത്രങ്ങളൊക്കെ മഹാക്ഷേത്രങ്ങളായി മാറുന്നു. ഇങ്ങനെയാണ്. അപ്പൊ മഹേശ്വരന്റെ പ്രീതിക്കായി സകല ജനങ്ങളും ശക്തിക്കനുസരിച്ച് ജനങ്ങളെ സഹായിക്കണം. ക്ഷേത്രത്തിൽ നമ്മൾ പല സമർപ്പണങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം, അല്ലെങ്കിൽ അത് ആരിലേക്ക് എത്തിച്ചേരണു? സാധാരണ ആളുകളിലേക്ക് എത്തിച്ചേരണു. ഈ ഒരു പരമതത്വം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ക്ഷേത്രപ്രതിഷ്ഠകളും പൂജാവിധികളും ഒക്കെ. അതുകൊണ്ട് ക്ഷേത്രോപാസനാദികൾ, പരിചര്യകൾ ഒക്കെ ഭക്തിക്ക് കാരണമാണ് എന്ന് മനസ്സിലാക്കണം. മദദ്ധേഷു അംഗചേഷ്ടാച വചസ മദ്ഗുണേരണം മയ്യർപ്പണശ്ച മനസ സർവകാമ വിവർജനം. മദദ്ധേഷു അംഗചേഷ്ടാച, എനിക്ക് വേണ്ടുന്ന പ്രവൃത്തികളിൽ ശരീരവ്യാപാരം. വചസ മദ്ഗുണേരണം, വാക്കുകൊണ്ട് എൻ്റെ ഗുണങ്ങൾ കീർത്തിക്കുക. മനസഹ അർപ്പണം മയി, മനസ്സിൻ്റെ ആ നിലനിൽപ്പ് അല്ലെങ്കിൽ സമർപ്പണം എന്നിലാവുക. സർവകാമ വിവർജനം, എല്ലാ കാമങ്ങളെയും ഉപേക്ഷിക്കുക. ഇത് നാലും ഭക്തിക്ക് കാരണമാണ് എന്നാണ്. ഇപ്പോൾ പൂജാകാര്യങ്ങൾ നടത്തുമ്പോൾ അതിനു വേണ്ടുന്ന ദ്രവ്യങ്ങൾ സമ്പാദിക്കുക, ഇത് ഭഗവത് സമർപ്പണമാണ്. ഒരു പൂജ നടക്കണു, ആ പൂജയ്ക്കുള്ള സമർപ്പണങ്ങൾ നമ്മൾ പൂവായിട്ട് കൊണ്ടു കൊടുക്കണു, അല്ലെങ്കിൽ ചന്ദനത്തിരി, കർപ്പൂരം, ഇതൊക്കെ യഥാശക്തി ഭക്തിയോടുകൂടി സമർപ്പിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ വാക്കുകൊണ്ട് ഭഗവാന്റെ ഗുണഗണങ്ങളെ കീർത്തിക്കുക. എല്ലായ്പ്പോഴും മനസ്സിൽ ഭഗവത് ചിന്ത ഉണ്ടാവുക. അതിന് ഉപകരിക്കുന്ന പ്രവൃത്തികളൊക്കെ തന്നെ വളരെ നല്ലതാണെന്നാണ്. ഇപ്പം ആധുനിക കാലത്ത് നമുക്കറിയാം, നമ്മുടെ മൊബൈൽ ഫോണില്ലാത്ത ആളുകൾ തന്നെ വളരെ കുറവ്. അതിൻ്റെ റിംഗ് ടോൺ ഭഗവാന്റെ നാമസങ്കീർത്തനാക്കി കഴിഞ്ഞാൽ ഓരോ വിളി വരുമ്പോഴും ആ ഭഗവാനെക്കുറിച്ചുള്ള ഓർമ്മ നമുക്കുണ്ടാകും. ഈ മൂന്ന് കൂടാതെ, മനസാ വാച കർമ്മണായുള്ള ഈ പ്രവൃത്തി കൂടാതെ ഒന്നും ആഗ്രഹിക്കാതെ ഇരിക്കുക. സർവകാമ വിവർജനം,
അത് ഈ തരത്തിൽ ഭഗവത് ഭക്തിക്ക് കാരണമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ദേഹം ഒരു ക്ഷേത്രമായും ആ ക്ഷേത്രത്തിലിരിക്കുന്ന ജീവൻ ഈശ്വരനായും കണക്കാക്കപ്പെടുന്നു. ഗുരുവായൂരിലേക്കുള്ള വഴി ചോദിച്ചു നിൽക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ട് അമ്പരന്നു ഞാൻ എന്ന് പറഞ്ഞ കവിഭാവനയ്ക്ക് നമസ്കാരം. കാരണം എന്താ? ഗുരുവായത് എന്ന് പറഞ്ഞാൽ ലഘുവിന് വിപരീതം ഗുരു. ഗുരുവായ വായു ഇരിക്കുന്ന ഊര് ഗുരുവായൂർ. ആ ഗുരുവായൂർ, അപ്പോൾ ഗുരുവായ വായു ഇരിക്കുന്ന ഊര് ഹൃദയം, അതിലിരിക്കുന്ന ജീവചൈതന്യം ഗുരുവായൂരപ്പൻ. അതുകൊണ്ടാണ് ഗുരുവായൂരിലേക്കുള്ള വഴി ചോദിച്ചു നിൽക്കവേ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം കണ്ടമ്പരന്നു ഞാൻ എന്ന് ആ കവി പാടിയത്. ഹൃദിസ്ഥോപ്യ അതിദൂരസ്ഥ എന്ന് ഭഗവാനെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഒരു ദേഹം ഒരു ക്ഷേത്രമാകുമ്പോൾ സകല ശരീരങ്ങൾക്കും ഇരിക്കാനുള്ള സ്ഥലമായി കാണപ്പെടുന്ന സർവ്വലോകങ്ങളെയും ഒന്നായി കാണുമ്പോൾ ഈ ബ്രഹ്മാണ്ഡം ഒരു മഹാക്ഷേത്രമായിട്ട് തീർന്നു. അതിലുള്ള സകല ശരീരങ്ങളിലും വസിക്കുന്ന ജീവചൈതന്യത്തെ ഒന്നായി കണ്ടാൽ പരിപൂർണ ചൈതന്യം ആ ഈശ്വരൻ. ഇങ്ങനെ ഈശ്വരന്റെ ദേഹമായിരിക്കുന്ന സമഷ്ടി ലോകത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി സകല വ്യാപാരങ്ങളും ചെയ്യണം. ഇതിനാണ് ദേഹം കിട്ടിയേക്കണത്. ജീവികളുടെ ദുഃഖങ്ങൾ ഇല്ലാതെയാക്കാൻ ഉപകരിക്കുന്ന വാക്കുകൾ പറയണം, നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, അല്ലേ? നാമഘോഷം എന്നുമെന്നുമെൻ നാവിലായി നിറഞ്ഞു നിൽക്കണം എന്നാണ്. അപ്പൊ അങ്ങനെ ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ അവ നിവർത്തിക്കാനുള്ള വഴികളും കണ്ടുപിടിക്കാൻ എന്ത് വേണം? നമ്മുടെ മനസ്സിനെ, മനഃശക്തിയെ ഉപയോഗിക്കണം. ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടേതായിട്ടുള്ളൊരു സ്വാർത്ഥ ബുദ്ധി അതിൽ കാണാൻ പാടില്ല. ലോകദൃഷ്ടിയിൽ താൻ യോഗ്യനായി വരണം എന്ന ആഗ്രഹത്തോടു കൂടി ചിലപ്പോൾ ചെയ്യും, ഇല്ലേ? അതിൻ്റെ പേരിൽ പേരുകളൊക്കെ എഴുതി വയ്ക്കുക. പക്ഷേ അത്തരത്തിലുള്ള സമർപ്പണം പ്രാകൃതമായിട്ടുള്ളതേ ആവുള്ളൂ. ഉത്തമമായിട്ടുള്ളതാവണമെങ്കിൽ എന്ത് വേണം? അതുപോലും വേണ്ട എന്ന് വരണം. അപ്പോ താൻ കേമനാണെന്ന് കാണിക്കാൻ ചെയ്യുന്ന ധർമ്മപ്രവൃത്തികളും ശ്ലാഘ്യമാണെങ്കിലും സ്വാർത്ഥം എന്ന ദോഷത്തിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അത് നിസ്വാർത്ഥമായിട്ടുള്ള സമർപ്പണമാവണില്ല. അങ്ങനെ ലോകത്തെ ആരാധിക്കണം, ലോകത്തെ സഹായിക്കണം എന്ന വിചാരത്തോടുകൂടി എല്ലാ പ്രവൃത്തികളും ചെയ്യുക. അതിനാണ് സർവകാമ വിവർജനം എന്ന് പറഞ്ഞത്. എല്ലാ കാമങ്ങളും ആഗ്രഹങ്ങളും ഉപേക്ഷിക്കുക. ഇങ്ങനെയല്ലാതെ സകലതും ഉപേക്ഷിച്ചും തൻ്റെ ശക്തിയെയോ ജ്ഞാനത്തെയോ ആർക്കും ഉപയോഗപ്പെടുത്താതെയും വെറുതെ ഇരിക്കുന്നതാണ് എന്ന് സർവകാമ വിവർജനത്തെ വ്യാഖ്യാനിക്കാൻ പാടില്ല. കാരണം സകല പ്രാണികളുടെയും പരമസുഹൃത്തായിരിക്കുന്ന പരമഭക്തനായ ജ്ഞാനിയായ ശുകാചാര്യരാണ് ഇത് പറയുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ കാമങ്ങളും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ജ്ഞാനത്തെയും ശക്തിയെയും ആർക്കും ഉപയോഗമില്ലാതെ നശിപ്പിച്ചു കളയല്ല വേണ്ടത് എന്നുകൂടി ഇത്തരുണത്തിൽ വ്യാഖ്യാതാക്കൾ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ മദർത്ഥ പരിത്യാഗോ ഭോഗസ്യ ച സുഖസ്യ ച ഇഷ്ടം ദത്തം ഹുതം ജപ്തം മദർത്ഥം യദ്വ്രതം തപ മദർത്ഥേ അർത്ഥപരിത്യാഗഃ. എനിക്കു വേണ്ടി ധനത്തെ നീക്കിവെക്കുക. ഭോഗസ്യ ച സുഖസ്യ ച പരിത്യാഗഃ. ഭോഗത്തിൻ്റെയും സുഖത്തിൻ്റെയും ഉപേക്ഷിക്കൽ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ യാഗങ്ങൾ, ദത്തം ദാനം, ഹുതം ഹോമം, ജപ്തം മന്ത്രജപം, വ്രതം ഉപവാസം തുടങ്ങിയ വ്രതങ്ങൾ, തപഹ ശരീരദുഃഖ സഹനം, യത് മദർത്ഥം. ഇതൊക്കെ എന്തിനു വേണ്ടിയാവണം? ഭഗവാന് വേണ്ടിയാവണമെന്നാണ്. ഇപ്പൊ ഭഗവാന്റെ ബിംബങ്ങൾ സ്ഥാപിക്കുക, പൂജാവിധികൾ നടത്തുക, ക്ഷേത്രങ്ങൾ നിർമ്മിക്കുക, ഉത്സവങ്ങൾ നടത്തുക, ഇതിനൊക്കെ വേണ്ടി ധനം ചെലവഴിക്കുക. പിന്നെ അഹങ്കാരത്തിന് കാരണമാണ് പലപ്പോഴും ഈ മനസ്സിനെ മതിപ്പിക്കുന്നതാണ് സുഖാനുഭവങ്ങൾ. അതൊക്കെ ഉപേക്ഷിക്കണം എന്നാണ്. യാഗാദികളായ വൈദിക കർമ്മങ്ങളും ദാനം, ഹോമം, ജപം, വ്രതം,
തപസ്, ഇതൊക്കെ തന്നെ ഭക്തി വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിനും ധനം ചെലവ് ചെയ്യണം. ഇപ്പം ഇവിടെ കൃതകൃത്യനായ ഈശ്വരന് എന്തിനാണ് മറ്റൊരാളുടെ മുതല്? ഒരിക്കലും ആവശ്യമില്ല അല്ലേ? ഈശ്വരൻ എന്തിനാ എൻ്റെ പണം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഈശ്വരന് നമ്മുടെ പണം കൊണ്ട് ജീവിക്കേണ്ട അല്ലെങ്കിൽ നിലനിൽക്കേണ്ട ഒന്നും തന്നെയില്ല. ഈശ്വരൻ നിത്യതൃപ്തനാണ്, അവാപ്തകാമനാണ്. അപ്പം അതുകൊണ്ട് മുതലിനെ, ഈ സമ്പത്തിനെ എനിക്കായി നീക്കണമെന്ന് പറഞ്ഞതിൻ്റെ സാരം എന്താ? ഈശ്വരന് ഇത് വേണമെന്നല്ല, മറിച്ച് സകല ജനങ്ങളുടെയും, പ്രത്യേകിച്ച് അജ്ഞന്മാരുടെ, അറിവില്ലാത്തവരുടെ മനസ്സിൽ ഈശ്വരഭക്തി വർദ്ധിപ്പിക്കാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കുന്നതാണ്. ക്ഷേത്രം നിർമ്മിക്കുക, അവിടെ പൂജ, ബലി, ഉത്സവം, അങ്ങനെയുള്ള നിത്യനൈമിത്തിക കർമ്മങ്ങൾ നടത്തി ആളുകളെയൊക്കെ സഹായിക്കാൻ സാധിക്കും. അങ്ങനെ തൻ്റെ കൈവശമുള്ളതോ താൻ സമ്പാദിക്കുന്നതോ ആയ ധനം ഇതിനു വേണ്ടി ഉപയോഗിക്കണം. ഇങ്ങനെയുള്ള സൽപ്രവൃത്തികൾ ആരംഭിക്കുമ്പോൾ എന്താവും? അതിൽ പല ദുഃഖങ്ങളും ഉണ്ടാവും. ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ആ ദുഃഖങ്ങളെയൊക്കെ സഹിക്കാൻ സാധിക്കണം. സ്വന്തം സുഖത്തെ കൂടി ഉപേക്ഷിക്കേണ്ടി വന്നാൽ അതും ഉപേക്ഷിക്കണം. ലോകക്ഷേമത്തിനായിട്ടുള്ള പ്രവൃത്തി, അതാണ് മുഖ്യമായ യാഗം. ഒരു സജ്ജനത്തിൻ്റെ വിശപ്പും ദാഹവും തീർക്കൽ, അത് ആ ജഠരാഗ്നിക്കായി സമർപ്പിക്കുന്നതാണ് നിത്യാഗ്നിഹോത്രം അല്ലേ? വയറിലൊരു അഗ്നിയുണ്ട്. ആ അഗ്നിയുടെ ചൂട് കൊണ്ട് വിഷമിക്കുന്ന സാധാരണ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതാണ് അഗ്നിഹോത്രം എന്നുള്ള ക്രിയ. സാധു സഹായത്തിനായി കൊടുക്കുന്ന സകലതും ദാനമാണ്. അന്യർക്ക് വേണ്ടി താൻ സഹിക്കുന്ന ശരീരക്ലേശം, അതാണ് തപസ്. ഇങ്ങനെ മനസാ വാചാ കർമ്മണ, മനസ്സിനെയും വാക്കിനെയും ശരീരത്തെയും കൈവശമുള്ള എല്ലാം ഈശ്വരാത്മകമായ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ സമാജത്തിൻ്റെ ഉപകാരത്തിനായി ഉപയോഗിക്കാൻ സാധിക്കണം. ഇത് യഥാർത്ഥ ഭക്തിയുടെ ലക്ഷണമാണ് എന്ന് ഭഗവാൻ ദാ പറയുന്നു. പിന്നീട് ഭഗവാൻ പറഞ്ഞു, ഏവം ധർമ്മൈർ മനുഷ്യാണാം ഉദ്ധവാത്മനിവേദിനാം മയി സഞ്ജായത്തെ ഭക്തി കോന്യോർത്ഥോസ്യാവശിഷ്യത്തെ. ഹേ ഉദ്ധവ, ഏവം ധർമ്മൈ, ഇപ്രകാരമുള്ള ധർമ്മങ്ങൾ കൊണ്ട് ആത്മനിവേദിനാം മനുഷ്യാണാം, ആത്മാവിനെ എനിക്കായി സമർപ്പിച്ച മനുഷ്യർക്ക് മയി ഭക്തി സഞ്ജായത്തെ, എന്നിൽ പരമമായ സ്നേഹം ഉണ്ടാകും. അസ്യ, ഇവന് അന്യഹ ക അർത്ഥ, ഇവന് മറ്റൊരു എന്തൊരു കാര്യമാണ് വിശേഷിക്കുന്നത്? ഇത്തരത്തിൽ ധർമാനുഷ്ഠാനം ചെയ്താൽ തന്നെ തന്നെ തനിക്കുള്ള സകലത്തിനോടൊപ്പം ഭഗവാനെ സമർപ്പിക്കുന്ന ആളുകൾക്ക് പരമപ്രേമലക്ഷണമായിരിക്കുന്ന ഭക്തി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റ് ഒരു സാധനത്തിൻ്റെയും അപേക്ഷ ഇല്ല, ഒന്നിനോടും താല്പര്യമില്ല. സ്വാർത്ഥം വർദ്ധിക്കുമ്പോൾ എന്തുണ്ടാവും? അന്യനു വേണ്ടി ചെയ്യുന്നത് കുറയും. സ്വാർത്ഥം കുറഞ്ഞാലോ അന്യനു വേണ്ടി ചെയ്യാനുള്ള താല്പര്യം കൂടും. അപ്പൊ സ്വാർത്ഥ പരാർത്ഥ പ്രവർത്തികൾ അന്യോന്യ വിരോധികളും ഒന്നിൻ്റെ നാശം മറ്റൊന്നിൻ്റെ ഉയർച്ചയ്ക്ക് കാരണവുമാണ്. അതുകൊണ്ട് ഒരാൾ ദേഹത്തെയും ധനാദികളെയും എന്ന് വേണ്ട സകലതിനെയും ഈശ്വരന്റെ മഹാക്ഷേത്രമായ ലോകത്തിനായി സമർപ്പിക്കുമ്പോൾ ഈശ്വരനല്ലാതെ മറ്റാരുമില്ല എന്ന കാഴ്ചയിലേക്ക്, ഉൾക്കാഴ്ചയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ ഈ ലോകത്തിനോടുള്ള ഈ സ്നേഹം ഭഗവാനോടുള്ള ഭക്തിയായി പരിണമിക്കണമെന്നാണ്. കാരണം എന്താ? ഈ ലോകത്തിൽ സ്നേഹിക്കാനായി ഈശ്വരൻ മാത്രം. ഈശ്വരനെ സ്നേഹിക്കുന്നതിനാണ് ഭക്തി എന്ന് പറയുക. നിഷ്കാമമായ സ്നേഹം, ഇതാണ് ഭക്തി, അല്ലെങ്കിൽ നിഷ്കാമമായ പ്രേമം. ഇപ്പൊ തന്നെയും തൻ്റെ ജനങ്ങളെയും സേവിക്കുക, സ്നേഹിക്കുക എന്ന ചുരുങ്ങിയ നിലയാണ് ജീവഭാവം. കാണപ്പെടുന്നത് എല്ലാം തൻ്റേത് തന്നെ, അവരെ എല്ലാവരെയും സ്നേഹിക്കേണ്ടത് തന്നെ എന്നുള്ള വിചാരം വരുമ്പോൾ പരിച്ഛിന്നത്വം ഇല്ലാതെയാവും. അപരിച്ഛിന്നമായ ഈ ഭാവം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാനായിട്ടൊന്നുമില്ല. ഉണ്ടാവേണ്ടതും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേറെന്താ ഉണ്ടാവാനുള്ളത്? അങ്ങനെ ഈ നിരന്തരമായ അഭ്യാസം കൊണ്ട്
സ്വരൂപജ്ഞാനവും സ്വാത്മാനന്ദവും അനുഭവപ്പെടുന്നു. ഭക്തി ഉണ്ടായി ദൃഢപ്പെടുന്നത് വരെ മാത്രമേ സാധനങ്ങളുടെ അനുഷ്ഠാനം വേണ്ടൂ, അല്ലേ? ഇതിലധികമായി സാധിക്കേണ്ടതായിട്ട് ഒന്നുമില്ലാത്തത് കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഈ സാധകനുണ്ടാവില്ല. അയം നിജ പരോവേത്തി ഗണനാ ലഘുചേതസാം ഉദാരചരിതാനാം തു വസുധൈവ കുടുംബകം. ഇവൻ എൻ്റെ ആള്, അല്ലേ? മറ്റേത് അന്യൻ. ഇങ്ങനെയുള്ള ഗണന, ഈ കാഴ്ച തുച്ഛ ബുദ്ധിയുടെ ലക്ഷണമാണ്. ഉദാരചരിതാനാം തു, ഉദാരചരിതന്മാർക്ക്, ലോകം മുഴുവൻ എൻ്റേത്, ഞാൻ അവരുടേത് എന്നാണ് സദ്ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണം എന്ന് വസിഷ്ഠൻ ഉപദേശിക്കുന്നുണ്ട്. മഹതുപദേശത്തിൽ ബഹുമതി അതും അവിടെ സൂചിപ്പിച്ചു. യഥാത്മന്യർപ്പിതം ചിത്തം ശാന്തം സത്വോപബൃംഹിതം ധർമ്മം ജ്ഞാനം സവൈരാഗ്യം ഐശ്വര്യം ചാഭിപദ്യത. സത്വോപബൃംഹിതം ഇവിടെ പറയുകയാണ്, സത്വഗുണത്തിൻ്റെ അഭിവൃദ്ധിയോട് കൂടിയതും ശാന്തമായതും ചിത്തം യഥാ ആത്മനീ അർപ്പിതം, മനസ്സ് എപ്പോ ആത്മാവിൽ വെക്കപ്പെട്ടതായി തീരുന്നുവോ തഥാ അപ്പോ ധർമ്മത്തെയും സവൈരാഗ്യം, വൈരാഗ്യത്തോടു കൂടിയ ജ്ഞാനത്തെയും അറിവിനെയും ഐശ്വര്യം, ഈശ്വരഭാവത്തെയും അഭിപദ്യതയെ, വൈരാഗ്യം കൊണ്ട് ഭക്തി, അതിൽ നിന്ന് ജന്മസാഫല്യമായിരിക്കുന്ന പരമാനന്ദ പ്രാപ്തി. ഈ മഹാപദവിയിലേക്ക് എത്തണമെങ്കിൽ എന്താ വേണ്ടത്? മനോനിയന്ത്രണമാണ് വേണ്ടത്. മനസ്സാണ് ബന്ധമോക്ഷങ്ങൾക്ക് കാരണം. ഭഗവാൻ കപിലനായി അവതരിച്ച സമയത്ത് ദേവഹൂതിയോട് ഇത് പറയുന്നുണ്ട്. അതേപോലെ ഇനി ദ്വിജഗീതയിൽ നമ്മൾ കേൾക്കും, മനഃപരം കാരണമാമനന്തി എന്നുള്ളത്. ആത്മതത്വത്തെ ആലോചിക്കുന്ന മനസ്സ് മോക്ഷത്തിനും, അതേപോലെ തന്നെ ആ പുറത്തേക്ക് സഞ്ചരിക്കുന്ന മനസ്സ് ബന്ധത്തിനും കാരണമാണ്. സർവാത്മാവായി സർവേശ്വരനായി ഭഗവാൻ ഉണ്ട്. ഭഗവാനിൽ സത്വഗുണത്തിൻ്റെ ആധിക്യം വർദ്ധിക്കുന്നു. അത് കൂടുമ്പോൾ സത്വരജസ്തമോ, സത്വഗുണത്തിൻ്റെ ആധിക്യം കൊണ്ട് രജോ ഗുണവും തമോ ഗുണവും ചുരുങ്ങുന്നു. മനസ്സിനെ സ്ഥിരമായി നിർത്താൻ സാധിക്കുന്നു. അപ്പോൾ പ്രപഞ്ചത്തിൽ വൈരാഗ്യവും ആത്മജ്ഞാനവും ധർമ്മവും അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാവും. യദർപ്പിതം തദ്വികൽപ്പേ ഇന്ദ്രിയൈ പരിധാവതി രജസ്വലം ചാസന്നിഷ്ഠം ചിത്തം വിദ്ധി വിപര്യം. എപ്പോഴാണോ മനസ്സിനെ ദേഹാദിഭേദഭാവങ്ങൾ കൊണ്ട് വയ്ക്കപ്പെട്ടതായി ഇന്ദ്രിയങ്ങളോടുകൂടി പരിധാവതി, നാലുപാടും പായുന്നത്, രജസ്വലം, രജോഗുണം അധികരിച്ചതായി, അസന്നിഷ്ഠം, നന്നല്ലാത്ത കാര്യങ്ങൾ നിഷ്ഠയോടുകൂടിയിരിക്കുന്ന ചിത്തം, വിപര്യം വിദ്ധി, വിപരീതമായിട്ടും അറിയൂ എന്നാണ്. മനസ്സ് മറ്റൊരു വിധത്തിൽ സഞ്ചരിച്ചാൽ വിപരീത ഫലം ഉണ്ടാവും. തൻ്റെ ശരീരം, തൻ്റെ വീട്, തൻ്റെ ഭാര്യ, മക്കള്, ഇങ്ങനെ വിഷയങ്ങളിലേക്ക് മനസ്സിനെ പ്രവേശിപ്പിക്കുമ്പോൾ അവയിൽ മനസ്സ് ദൃഢപ്പെടും, ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കും. അതുകൊണ്ട് രജോഗുണം വർദ്ധിക്കും, രാഗദ്വേഷാദിവൃത്തികൾ അധികരിക്കും, അധർമാദികളിൽ താല്പര്യം ഉണ്ടാവും. ഇങ്ങനെ അധോഗതിക്ക് കാരണം മനസ്സാണ്. അതുകൊണ്ട് പുരുഷൻ എന്തു വേണം? മനസ്സിനെ ആത്മാവിൽ തന്നെ നിർത്താൻ ശ്രമിക്കണം. ധർമ്മോ മദ്ഭക്തികർ പ്രോക്തോ ജ്ഞാനം ചെയ്യുക ആത്മദർശനം ഗുണേശ്വസംഗോ വൈരാഗ്യം ഐശ്വര്യം ചാണിമാതയ. മദ്ഭക്തികൃത്ത്, എന്നിൽ ഭക്തി ജനിപ്പിക്കുന്ന വ്യാപാരം ധർമ്മം. ഐകാത്മ്യദർശനം, ഒന്നായി തന്നെ ഇരിക്കാൻ ആത്മാവായിട്ട് എല്ലാത്തിനെയും കാണുന്നത്. ജ്ഞാനം, അറിവ്. ഗുണേഷു അസംഗ, ഗുണങ്ങളിൽ ചേർച്ചയില്ലായ്മ. വൈരാഗ്യം, വിരക്തി. അണിമാദേഹ, അണിമാദികൾ ഐശ്വര്യം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഭഗവാന്റെ അഭിപ്രായ പ്രകാരം ധർമാദികളെ വിവരിക്കുകയാണ്. സത്വഗുണയുക്തമായിരിക്കുന്ന മനസ്സ് ധർമാദികളെ വർദ്ധിപ്പിക്കും. ധർമ്മം എന്താ? ഭഗവാനിൽ ഭക്തി ജനിപ്പിക്കുന്ന സൽപ്രവൃത്തിയാണ് ധർമ്മം. അതിന് വിപരീതമായി കാണുന്നതോ സകലത്തിലും ആത്മാവ് അഭിന്നമായി നിലനിൽക്കുന്നു എന്ന് അറിയുക,
ജ്ഞാനം, ഗുണകാര്യങ്ങളായ വിഷയങ്ങളിൽ ചർച്ചയില്ലാതിരിക്കുന്നത് വൈരാഗ്യം, അണിമാദികളായിട്ടുള്ള സിദ്ധികളാണ് ഐശ്വര്യം. ഇങ്ങനെ എല്ലാ വൈഭവങ്ങളും സർവാത്മാവായിരിക്കുന്ന എന്നിൽ മനസ്സിനെ ഉറപ്പിക്കുന്നവന് സിദ്ധിക്കും. അതുകൊണ്ട് ഭക്തിയോഗം സകല സിദ്ധികളും സാധിപ്പിക്കുന്ന ദിവ്യമായ യോഗമാണ് ഉദ്ധവ എന്ന് അവിടെ ഭഗവാൻ അറിയിക്കുന്നു. ഈ 27ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. നാളെ ഉദ്ധവൻ്റെ നിരവധിയായിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക. യമം, നിയമം, ശമം, ദമം, ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഇതൊക്കെ എന്താണ് എന്നുള്ള ചോദ്യം, ഉദ്ധവൻ്റെ ചോദ്യം നമുക്കവിടെ 5 ശ്ലോകങ്ങളിലൂടെ കാണാം. അതിനുള്ള ഭഗവാന്റെ മറുപടിയാണ് പിന്നീട് കേൾക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഭഗവത്പാദങ്ങളെ സമർപ്പിക്കുന്നു. ഹരേ നമഃ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം.
ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. 「はりよ」 ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. 「はりよ」 「はりよ」 ။